ഹായ് ആൾ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്താലോ? അപ്പോൾ ഞാനിന്ന് റെഡിയാക്കാനായിട്ട് പോകണത് നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ബർഗറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി ഞാനിവിടെ ആദ്യം തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അതിനായിട്ട് ഞാനിവിടെ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതുപോലെ കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വിനീഗറും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് 2 തള വരുന്നത് വരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. അതിനുശേഷം അതിലുള്ള വെള്ളമൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മളിത് ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് തണുത്ത് വരണം. അതിനുശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള പാറ്റിയാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം കേട്ടോ. നല്ല തിന്നായിട്ട് നമ്മൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയൊരു സോസ് കൂടെ റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് കുറച്ച് മല്ലിയില, അതുപോലെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി കൂടെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മളൊരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇനി ഈ ഒരു പേസ്റ്റ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ചിക്കനിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചിക്കനും ഈ ഒരു സോസും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയൊരു സോസും കൂടി റെഡിയാക്കിയിട്ട് എടുക്കാം. കുറച്ച് മയോണൈസും കെച്ചപ്പും അതുപോലെ തന്നെ സോസാണ് കേട്ടോ. അത് ഹോട്ട് സോസാണ്, നമ്മൾ ചില്ലി സോസൊക്കെ ഇല്ലേ, അതാണത്. കുറച്ച് സോയ സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കൻ്റെ മിക്സ് നമുക്കൊന്ന് പാറ്റി പരുവത്തിൽ റെഡിയാക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ടാണ് ഇത് ഈ ഒരു പരുവത്തിന് റെഡിയാക്കിയിട്ടെടുക്കുന്നത്. നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിന് വേണം കേട്ടോ പാറ്റി റെഡിയാക്കാനായി. ഇനി ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ജസ്റ്റ് ഒന്ന് ഈ പാറ്റി ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള എണ്ണ മതി കേട്ടോ. നമുക്ക് അങ്ങനെ മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പാറ്റി എടുത്ത് ഷേപ്പാക്കിയതിന് ശേഷം നമ്മൾ മുട്ടയുടെ മിക്സിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിലും കൂടെ കോട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു പാറ്റി റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. നമ്മൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. കാരണം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് അരച്ച് മിക്സ് ആക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉൾവശം വേവാതെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം വെച്ചിട്ട് വേണം ഈ ഒരു പാറ്റി റെഡിയാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പാറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ഓയിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് ബർഗർ ഉണ്ടാക്കാനുള്ള ബന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് 2 സൈഡും ഒന്ന് മൊരിച്ചിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ബ്രെഡ് അല്ലെങ്കിൽ ബന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പാറ്റി കൂടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പാനിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു ചീസിൻ്റെ സ്ലൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബർഗർ സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബന്നും അതുപോലെ സോസും എടുത്തിട്ട് നമ്മൾ ആ സോസ് കുറച്ച് അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പീസ് ലെച്ചസും അതുപോലെ വെജിറ്റബിൾ ഐസ് നമ്മൾ കുറച്ച് ടൊമാറ്റോൻ്റെ പീസും അതുപോലെ 2 ഓണിയൻ്റെ പീസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് മുകളിലേക്ക് നമ്മൾ ചീസും അതുപോലെ തന്നെ ആ ഒരു പാറ്റിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മുകളിൽ മറ്റൊരു ബന്നും കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ബർഗർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ചു തരാം. അതുവരേക്കും ബൈ.